നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ആം ആദ്മിയുടെ കൺവീനറായ അരവിന്ദ് കെജ്രിവാൾ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിൽ കൃത്യമായ ഒരു തുറന്ന പറച്ചിൽ നടത്തിയിരിക്കുകയാണ്. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആർക്കും വ്യക്തമായ ഭൂരിപക്ഷം ഉണ്ടാകുമെന്ന് താൻ കരുതുന്നില്ല എന്നാണ് കെജ്രിവാൾ പറയുന്നത്. 2013 നടന്ന തെരഞ്ഞെടുപ്പിന് സമാനമായിരിക്കും അവിടുത്തെ വിധി എന്നാണ് താൻ വിചാരിക്കുന്നത്. 2013 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായത് BJP ആണ്. എന്നാൽ കോൺഗ്രസിന് അവിടെ 8 സീറ്റും ആം ആദ്മിക്ക് അവിടെ 28 സീറ്റുമായിരുന്നു. അന്ന് കേവല ഭൂരിപക്ഷത്തിന് ആവശ്യമായ 35 സീറ്റിലധികം നേടിയെടുക്കണമെങ്കിൽ ആം ആദ്മി പാർട്ടിക്ക് കോൺഗ്രസിൻ്റെ സഹായം ഉണ്ടായേ മതിയാവുകയുള്ളായിരുന്നു. ഇപ്പോഴും ആ ഒരു സാഹചര്യം വർദ്ധിച്ചു വന്നിരിക്കുകയാണ് എന്നുള്ളത് സീറ്റ് നിലയിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നമുക്ക് വളരെ വൈകാതെ മനസ്സിലാകുമെന്നാണ് കെജ്രിവാൾ പാർട്ടി നേതാക്കളോട് അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. ഏതായാലും ആം ആദ്മി പാർട്ടി തന്നെ നടത്തിയിരിക്കുന്ന ഇൻ്റലിജൻസ് സർവേ പുറത്തുവിട്ടിരിക്കുകയാണ്. അതായത് 70 അംഗ നിയമസഭയിൽ പരമാവധി കെജ്രിവാൾ വിചാരിക്കുന്നത് 30 സീറ്റിനും 35 സീറ്റിനും ഇടയ്ക്കാണ്. ഒരുപക്ഷെ 35 കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുമോ എന്നതിൽ പല നേതാക്കൾക്കും ആശങ്കയുണ്ട്. എന്നാൽ കോൺഗ്രസ് ഏറ്റവും ചുരുങ്ങിയ പക്ഷം 15ഓളം സീറ്റുകളെങ്കിലും വിജയിച്ചു കയറും എന്നുള്ള കാര്യത്തിൽ ഉറപ്പ് പറയുകയാണ്. കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് അതിനിർണായകമാണ്. കെജ്രിവാളിൻ്റെ പാർട്ടിയെ പഞ്ചാബിൽ പിടിച്ചു നിർത്താൻ നന്നേ പാടുപെടുന്ന ഈ അവസരത്തിൽ ഡൽഹിയിൽ വേരറ്റ് പോയാൽ പിന്നെ എല്ലാം തകിടം മറിയും. ദേശീയ പാർട്ടി പദവി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചുരുങ്ങിയ കാലം കൊണ്ട് നേടിയ കെജ്രിവാളിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നുണ്ടെങ്കിലും അദ്ദേഹം പിന്നീട് അങ്ങോട്ട് തിഹാർ ജയിലിലേക്ക് പോയതും മദ്യ അഴിമതി കേസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അദ്ദേഹത്തിനെയും കൂട്ടാളികളെയും നിരവധിയായ തവണ ചോദ്യം ചെയ്ത് അഴിമതിക്കാരാക്കി മാറ്റിയതും എല്ലാം അതൊരു ദുസ്വപ്നം പോലെ കഴിഞ്ഞു എന്ന് വിശ്വസിക്കാൻ കഴിയില്ല. കാരണം അതിൻ്റെ വേട്ടയാടൽ ഇനി ജീവിതകാലം അത്രയും തുടർന്നുകൊണ്ടേയിരിക്കുമെന്ന് കെജ്രിവാളിന് ഉറപ്പുണ്ട്. ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം വിലയിരുത്തുമ്പോൾ മുഖ്യമന്ത്രി പദവിയിലേക്ക് താൻ തിരികെ എത്തുന്നത് അത് ആത്മഹത്യാപരമാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് കെജ്രിവാൾ. ഒരുപക്ഷെ രാജ്യസഭയിലേക്ക് മത്സരിച്ച് മാറാൻ വേണ്ടിയുള്ള നീക്കമായിരിക്കുമോ ഇത് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കെജ്രിവാളിനോടൊപ്പം നിൽക്കുന്നവർക്ക്, അതായത് കെജ്രിവാളുമായി ആത്മബന്ധം പുലർത്തുന്ന പല നേതാക്കളും ഇന്ന് ആം ആദ്മിയിൽ ഇല്ല എന്നുള്ളതാണ് സത്യം. അവരിൽ പലരും മനസ്സോടെ BJPയിലേക്ക് പോകുന്നു. അത് ക്ലീൻ ചിറ്റ് ലഭിക്കാൻ വേണ്ടിയാണ് എന്നുള്ള ചർച്ചയുമുണ്ട്. അതിനിടയിൽ 4000ഓളം ബൂത്തുകളിൽ വൻ രീതിയിലുള്ള അട്ടിമറിക്ക് BJP കോപ്പ് കൂട്ടുന്നു എന്ന് കോൺഗ്രസിൻ്റെ ആരോപണം വരുന്നുണ്ട്. എന്നാൽ കെജ്രിവാൾ കോൺഗ്രസിനെ കടന്നാക്രമിക്കാൻ പല രീതിയിലും പല തെളിവുകളും കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഒരു ഘട്ടത്തിൽ പോലും BJPയെ വിമർശിച്ച് പറയുന്നില്ല. BJPയുടെ ഈ അട്ടിമറി നീക്കത്തെക്കുറിച്ചും വോട്ട് ഇരട്ടിപ്പിനെ കുറിച്ചുമൊന്നും ഒരക്ഷരവും മിണ്ടാതിരിക്കുന്നത് അത്ഭുതകരം തന്നെയാണ് എന്നുള്ളത് ദേവേന്ദ്ര യാദവ് പറഞ്ഞു വെച്ച കാര്യമാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അധികാരം തിരിച്ചു പിടിക്കൽ തന്നെയാണ്, അതല്ലാതെ സീറ്റ് നില വർദ്ധിപ്പിക്കുക എന്നുള്ളതല്ല എന്നതും ദേവേന്ദ്ര യാദവ് പറയുന്നു.